ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ റെസിൻ വർക്കൊക്കെ ചെയ്തിട്ട്. ഇന്ന് നമുക്കൊരു റെസിൻ വർക്ക് ചെയ്താലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെസിൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്ലൗസ്, മാസ്ക്, ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് റെസിനാണ് വേണ്ടത്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആർട്ടിസ്ട്രിയുടെ റെസിനാണ്. ഇതതിൻ്റെ ഹാർഡ്നറാണ്. പിന്നെ ഞാനിവിടെ ഒരു ഡോഗിൻ്റെ മോൾഡും എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫസ്റ്റ് റെസിൻ ഒഴിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൽ വല്ല പൊടിയോ അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. ഒരു പ്ലാസ്റ്ററോ അല്ലെങ്കിൽ സാനിറ്റൈസറോ അതുമല്ലെങ്കിൽ ആൽക്കഹോളോ ഇട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഒരു കോട്ടണിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ മതിയാവും. ഞാനിവിടെ റെസിൻ 2:1 എന്ന റേഷ്യോയിലാണ് എടുക്കുന്നത്. അതിനു വേണ്ടി നിങ്ങൾക്ക് ഡിജിറ്റൽ സ്കെയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ റെസിനും 2:1 അല്ല കേട്ടോ. ആ റെസിൻ്റെ പുറത്ത് 2:1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള റെസിൻ അത് ഏതാണെന്ന് നോക്കിയിട്ട് ആ ഒരു റേഷ്യോയിൽ തന്നെ എടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സ്കെയിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കപ്പിൽ 2 റെസിനും ഒരു ഹാർഡ്നറും എടുത്താൽ തന്നെ 2:1 ആവും. അപ്പം ഞാൻ ഇതിൽ വെച്ച് എങ്ങനെ 2:1 എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ റെസിനാണ് എടുക്കുന്നത്. കറക്റ്റ് അളവിൽ തന്നെ എല്ലാം എടുക്കേണ്ടതാണ്. ഇനി ഇതേ അളവിൽ തന്നെ വേണം നമ്മൾ ഹാർഡ്നറും എടുക്കാൻ. ഇതിൻ്റെ റേഷ്യോയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ഒരു റബ്ബർ എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ 2:1 റേഷ്യോ കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി ഇതിനെ മിക്സ് ചെയ്ത് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കണം. ഈ മിക്സിങ് ശരിയായില്ലെങ്കിലും നമ്മുടെ വർക്ക് ശരിയാവില്ല. എല്ലാം ശ്രദ്ധിച്ച് വേണം റെസിൻ വർക്ക് ചെയ്യാൻ. ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇതിൽ ഒരുപാട് ബബിൾസ് ഉണ്ട്. ഇതിന് ഞാൻ ലൈറ്റർ വെച്ച് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വെള്ളം പോലെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ബബിൾസ് ഒക്കെ പൊട്ടിച്ച് കളയാം. ഞാൻ കുറച്ച് പേൾ പിഗ്മെൻറ്റ് മോൾഡിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് എങ്ങനെ വേണേലും മോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് റെസിനിലേക്ക് കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ആൽക്കഹോൾ ഇങ്കാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പിങ്കും വൈൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഗോൾഡൻ ഫോയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുഴുവനായി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് സെറ്റ് ആവാൻ 24 hours എടുക്കും. ഇപ്പോൾ 24 hours കഴിഞ്ഞാൽ നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇത് 24 hours കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അരികിലൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് പിന്നെ കീ ചെയിനാക്കി മാറ്റാം. ഇതുപോലെ ഒരു ടൂൾ എടുത്തിട്ടാണ് ഞാൻ ഇതിന് ഹോൾ ഇടാൻ പോകുന്നത്. ഇതിന് ഞാനൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ക്രൂ എടുത്ത് ഈ ഹോളിലേക്ക് തിരികെ കയറ്റാം. ഇതുപോലെ ഒരു കീ ചെയിൻ്റെ ഇതെടുത്ത് നമുക്ക് ഇനി ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ കീ ചെയിൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലത്തെ കീ ചെയിൻ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ വീഡിയോസിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. കീ ചെയിൻ മാത്രമല്ല ബാക്കി എല്ലാ ഗിഫ്റ്റ് ഐറ്റംസിനും വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹെയർ ആക്സസറീസും ഹാമ്പേഴ്സിനൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.